കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് രുചിയുടെ പുതിയ കാലം. രുചി എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്വാദനമാണ്, സ്വാദ് അല്ലെങ്കിൽ രസം. അതിനാണ് രുചി എന്ന് പറയുക. പഴയ കാലത്ത് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പടക്കാനായിരുന്നു. ഒരു 3-4 പതിറ്റാണ്ട് മുമ്പ് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് പട്ടിണി മാറാൻ അല്ലെങ്കിൽ വിശപ്പടക്കാനുള്ള ഒരു സംവിധാനം മാത്രമായിരുന്നു ഭക്ഷണം. അതിന് നമ്മൾ കണ്ടത് ചക്ക, മാങ്ങ, പ്ലാവ്, അങ്ങനെ പല നാട്ടിൽ കിട്ടുന്ന നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന പഴവർഗ്ഗങ്ങളും ചേമ്പ്, കാച്ചിൽ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ഭക്ഷണത്തിൻ്റെ വിഭവങ്ങളായി ഉപയോഗിച്ചിരുന്നു. ചക്കയൊക്കെ മാസങ്ങളോളം ചക്ക ഉണക്കിയും കപ്പയൊക്കെ ഉണക്കിയിട്ട് നമ്മൾ മാസങ്ങളോളം തട്ടിൻ പുറത്ത് വെച്ച് കഴിച്ച ഉണക്കുക കപ്പ എന്നല്ല അതിന് കേൾക്കാം. ചക്കയൊക്കെ അരിഞ്ഞെടുത്ത് ഉണക്കി അതും സൂക്ഷിക്കുക, ചേമ്പ്, കാച്ചിൽ, അങ്ങനെ ഒത്തിരി വിഭവങ്ങൾ പ്രകൃതിയിൽ നിന്ന് ശേഖരിച്ചാണ് നമ്മൾ വിശപ്പ് മാറ്റിയിരുന്നത് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് കാലം മാറി. ഈ വിഭവങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് രുചിയുടെ പുതിയ ലോകം തുറന്നു. ഭക്ഷണം എന്നത് ഒരു മനുഷ്യൻ്റെ ആഘോഷമായി മാറി. എന്ന് പറഞ്ഞാൽ ഒരു 100 രൂപയുടെ 200 രൂപയുടെ 500 രൂപയുടെ ഭക്ഷണം കഴിക്കാൻ 2000 രൂപ, 1000, 2000 ഒക്കെ എണ്ണയടിച്ച് കാറിൽ ആളുകൾ പോകാൻ തുടങ്ങി ഓരോ നാട്ടിലേക്ക്. യൂട്യൂബർമാർ അതിനെ നന്നായിട്ട് അങ്ങ് ആഘോഷിക്കാൻ തുടങ്ങി. മട്ടൻ ചാപ്സ് കിട്ടുന്ന കേന്ദ്രം അന്വേഷിച്ച് ജനങ്ങളിങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇവിടുന്നൊക്കെ പല ജില്ലകളിലേക്കും ആളുകൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അങ്ങനെ പുതിയൊരു ഭക്ഷണ സംസ്കാരം രൂപം കൊണ്ടു. പന്തലിലൊക്കെ ഒറ്റ വിഭവത്തിലായിരുന്നു പണ്ട് കല്യാണങ്ങളൊക്കെ നടന്നിരുന്നു. ഒരു നെയ്ച്ചോറ്, ഒരു ഇറച്ചിക്കറി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ തലേന്ന് ഈ പറഞ്ഞതുപോലെ പിറ്റേ ദിവസത്തേക്ക് അറക്കുന്ന മാടുകളുടെ ഈ പറയുന്ന അതിൻ്റെ കുറച്ച് എല്ലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തലേ ദിവസം കപ്പ ഇറച്ചിയും അല്ലെങ്കിൽ അങ്ങനെ നെയ്ച്ചോറും ചെറിയ ഇതിൻ്റെ പാർട്സൊക്കെ വെച്ച കറികളും ചിക്കൻ പാർട്സിൻ്റെ കറികളൊക്കെ കൂട്ടി കഴിച്ചിരുന്ന ഒരു കാലവും നമുക്കുണ്ടായിരുന്നു. ഇന്നൊക്കെ ഏതെങ്കിലും വളരെ റിമോട്ടായിട്ടുള്ള ഏതെങ്കിലും ഗ്രാമങ്ങളിൽ അങ്ങനെ നടക്കുന്നു എന്നതൊഴിച്ചാൽ ഇന്ന് ഭക്ഷണം ഒരാഘോഷമാണ്, ഒരു ഉത്സവമാണ്. ആ ഉത്സവത്തെക്കുറിച്ചും ആ ആഘോഷത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ നേർരേഖ ചർച്ച ചെയ്യുന്നത്. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള 3 പേർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നാണ് ഒരാൾ എത്തിയിട്ടുള്ളത്, ബുഷ്രാസ് മലബാർ കുസ്നിക്, ബുഷ്ര റഷീദ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളത് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ഭൂപേഷ് നമ്മോടൊപ്പം ചേരുന്നു. പിന്നെ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കൂടൊപ്പമുണ്ട്. ബാക്കിയുള്ളൊരു ചെറുപ്പക്കാർ തന്നെയാണ്. അങ്ങ് വന്നപ്പോൾ താളത്തിലൊക്കെ പറഞ്ഞു പോയതേ ഉള്ളൂ. നൂർ മുഹമ്മദ് ആദിൽ. അദ്ദേഹം ഇന്നത്തെ തലമുറയ്ക്ക്, പുതിയ തലമുറ അറിയേണ്ട പുതിയ ഒരു എൻജിനീയറിങ്. എന്തിലാണ്? ബിടെക് ഫുഡ് ടെക്നോളജി. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എൻജിനീയറിങ് കേട്ടിട്ടുള്ള എവിടെയാണ്? കെട്ടിട നിർമ്മാണത്തിൽ, റോഡ് നിർമ്മാണത്തിന്, പാലം നിർമ്മാണത്തിന്, ആർക്കിടെക്ട്. ഫുഡ് ടെക്നോളജിയിൽ എൻജിനീയറിങ് കഴിഞ്ഞ ഒരു ബിടെക്കുകാരനും നമ്മോടൊപ്പം ചേരുന്നു. അപ്പോൾ നമുക്ക് ഈ രുചിയുടെ കാലത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. പ്രേക്ഷകർക്കും ഒപ്പം നിങ്ങൾ 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഹോട്ടൽ വ്യവസായി എന്ന നിലക്ക് അദ്ദേഹത്തിൽ നിന്ന് ആദ്യം തുടങ്ങാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ വ്യവസായ രംഗത്തേക്ക് വന്നിട്ട് എത്ര കാലമായി ഭൂപേഷ്? ഞാനൊരു 1991 അപ്പോൾ 35 വർഷം. 35 വർഷം മുമ്പ് നിങ്ങൾ ഹോട്ടൽ തുടങ്ങുമ്പോൾ എന്തൊക്കെ വിഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു? നോർമലി ആളുകൾക്ക് എന്തൊക്കെ വിളമ്പിയിരുന്നു? നമ്മൾ ആ സമയത്ത് സാധാരണ ചോറ്, പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പുട്ട്, കപ്പ, കിഴങ്ങ്, വെള്ളയപ്പം, ഇടിയപ്പം, പിന്നെ നമ്മളെ മുട്ടയപ്പം, പിന്നെ ചെറിയ കാരപ്പം, ഇങ്ങനത്തെ പഴംപൊരി, ഇതെല്ലാമായിരുന്നു. എന്താണ് കറികൾ ഉണ്ടായിരുന്നത്? കറികൾ നമ്മൾ കടല, പച്ചക്കറി, പിന്നെ ചിക്കൻ, മട്ടൺ, പിന്നെ ഫിഷ് കറി, മത്സ്യവിഭവങ്ങളിൽ 1-2 കറികൾ, അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യ കാലത്ത്. അന്നേരം അതിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? ആളുകളുടെ ഭക്ഷണം കഴിക്കാൻ ആളുകൾ വീട് വിട്ട് വരുന്നത് കുറവുള്ള ഒരു കാലമല്ലേ? അതെ. അന്നത്തെ ആ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം എങ്ങനെയായിരുന്നു? വലിയൊരു സ്വഭാവം. സാധാരണ പരമാവധി വീട്ടിൽ നിന്നല്ലേ ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് വരിക? ഹോട്ടലിനെ ആശ്രയിക്കുന്ന ഒരു വിഭാഗം എങ്ങനെയുള്ള ആളുകളായിരുന്നു അന്ന്? ഒരു നമ്മളെ സാധാരണ തൊഴിലുകൾ എടുത്ത് ജീവിക്കുന്ന ആൾക്കാർ, പിന്നീട് കുറച്ച് ഉദ്യോഗസ്ഥന്മാർ, കുറച്ച് ആൾക്കാരുണ്ട്. അവരെല്ലാം പിന്നെ ഉച്ച സമയത്ത് മെയിനായിട്ട് ഉച്ചക്ക് മീൽസ് ആയിരുന്നു നമുക്ക് പോകുന്നത്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ആ സമയത്ത് വന്നിട്ട് മിതമായ രീതിയിലൊരു ഭക്ഷണം കഴിച്ചിട്ട് അതായത് വിശപ്പ്, ഒരു വലിയ രുചിയുടെ തോടലല്ല, വിശപ്പടക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്തെ ഒരു ഭക്ഷണ സംസ്കാരം അല്ലേ? ഒത്തിരി വിഭവങ്ങൾ വാങ്ങുമായിരുന്നു അന്ന് ആളുകൾ. ഇന്നത്തെ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അത്രയും വിഭവങ്ങൾ വാങ്ങില്ല. അന്ന് അത്രയും വിഭവങ്ങൾ ഇല്ലതാണ് അല്ലേ? യെസ്, നമുക്ക് തിരിച്ചു വരാം. ബുഷ്ര റഷീദ്, ഈ കൊളംബോ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ ഏറ്റവും പഴക്കം ചെന്ന ഏതാണ്ട് 75 വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാണ്. അതിൻ്റെ ഉടമയുടെ മകളാണ് അല്ലേ? കാറ്ററിംഗ് രംഗത്തും സഹോദരൻ വളരെ സജീവമാണ് അല്ലേ? സലീം ഹസൻ കിങ്സ് പാർക്ക്.
അല്ലേ? അത് എത്ര വർഷമായിട്ടുണ്ട്? 30 വർഷമോ? അതിപ്പോ 30 വർഷമല്ല, 38 വർഷമായി. 40 ബാർബിക്യൂ തുടങ്ങി. തുടങ്ങിയ ആ കാലത്തുണ്ട്. 4 പതിറ്റാണ്ടായി. ബുഷ എപ്പോഴാണ് ഈ കാറ്ററിംഗ് രംഗത്തേക്ക് വരുന്നത്? ആ ഒരു റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങി ബ്രദറ് കാറ്ററിംഗ് തുടങ്ങിയ സമയം മുതല് ഞാനും ചെറുതായിട്ട് ഇവിടുന്ന് ഇങ്ങനെ പുഡിങ്ങുകളിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ആ കാലത്ത് എന്തായിരുന്നു പുഡിങ്? മെയിൻ ആയിട്ട് ഒരു കാഷ്യൂ പുഡിങ് ഉണ്ടാവും, ഒരു ഇളനീർ പുഡിങ്. ഈ 2 പുഡിങ്ങാണ് ഈ 2 പുഡിങ്. ആ കാലത്ത് ഹോട്ടലുകൾ, നിങ്ങളുടെ ഓർമ്മയിൽ ഉപ്പാന്റെ ഹോട്ടലുകൾ ആദ്യം കാണുന്നത് പാർക്കുവാണോ കൊളംബോ? കൊളംബോയിൽ അന്നത്തെ ആ കൊച്ചിയിൽ, കാരണം AP വർക്കി പോലുള്ള വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നമ്മുടെ സിനിമാ താരം മമ്മൂട്ടി ഉൾപ്പെടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലാണ്. കാരണം ഹൈക്കോടതി ജംഗ്ഷനിലാണ്, ലോ കോളേജിലാണ് മമ്മൂട്ടി പഠിച്ചത്. കോളേജിൽ പഠിക്കുമ്പോഴേ അവിടെ നിന്ന് ഫുഡ് മമ്മൂട്ടിയൊക്കെ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് തോന്നുന്നു. ആ ഹോട്ടലിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ്? അവിടെ പോയത് ഓർമ്മകൾ? അവിടെ ഞാൻ ആ സമയത്തൊക്കെ നമ്മുടെ സ്കൂൾ പൊട്ടിക്കഴിഞ്ഞാല് 2 മാസം അവിടെ പോയി താമസിക്കുമായിരുന്നു ചെറുതിൽ. അന്നേരം അവിടെ രാവിലത്തേലുള്ളതാണ് പൊറോട്ടയും പുട്ടുമാണ് മെയിൻ. അതിന്റെ കൂടെ മട്ടൻ ചാപ്സ്. അതിന്റെ മണം ഇപ്പൊ ആലോചിക്കുമ്പോ തന്നെ ആ മണം ആ ഒരു മട്ടൻ ചാപ്സും പുട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊളംബോയുടെ ഒരു ഐക്കണായിരുന്നു. അതെ അതെ. അന്ന് എത്ര മണിക്കാണ് ഹോട്ടലുകൾ തുറക്കാറ്? രാവിലെ 5 മണിക്ക്. 5 മണിക്ക് തുറക്കും. ഇവിടെ പാർക്യൂ തുടങ്ങി കഴിഞ്ഞപ്പോഴും രാവിലെ 5 മണിക്ക് തുറക്കുമായിരുന്നു. കൊളംബോ തുറക്കും. ഇവിടെ പാർക്ക്യും തുറക്കും, കൊളംബോയിൽ തുറക്കും. ഈ കൊളംബോയിൽ നിന്ന് ഈ വരുന്ന ആളുകളൊക്കെ ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ഓർമ്മയിൽ ആ സമയത്തുള്ള ചെറിയ ഇതൊക്കെ നമ്മുടെ ചെറുതിൽ കുട്ടികളാണ്. ഉപ്പാന്റെ അവിടെയുള്ള ആ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 12 മണിക്കൊക്കെ കട അടച്ചു കഴിഞ്ഞാൽ രാത്രിയത്തെ കിടത്തും അവിടുത്തെ ടേബിളിന്റെ മേലയിൽ ഒരു ബെഡ് ഇട്ടിട്ടാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് സ്റ്റാഫിനൊക്കെ വിളിച്ച് ഹോട്ടല് റണ്ണിങ് ആക്കി അടുത്ത കാഷ്യറി ഇരുത്തി കഴിഞ്ഞിട്ടാണ് ഉപ്പാവന്റെ സമാധാനത്തിലുള്ള ഒരു ഉറക്കം വരുന്നത്. രാവിലത്തെ സാധനം മാർക്കറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അതൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ ഉപ്പ എന്നും പറയണമെന്നാണ്, നമ്മള് കൗണ്ടറിലല്ല വേണ്ടുന്നത്, കിച്ചണിലാണ് വരുന്നത്. മാർക്കറ്റിൽ നിന്ന് സാധനം വരുമ്പോൾ കിച്ചണിൽ നമ്മൾ ഉണ്ടാവണം. നമ്മള് പരിശോധിക്കണം. കുഞ്ഞി ഹസൻ ഹാജി. ഹസൻ ഹാജി. കുഞ്ഞി ഹസൻ ഹാജി. കൊളംബോയിൽ മൂപ്പര് ഹോട്ടൽ നടത്തിയിരുന്നില്ല ശരിക്കും? കൊളംബില് അവിടുന്ന് വന്നതിന് ശേഷം തുടങ്ങിയത്. അവിടെ അതിന്റെ പേരെന്തായിരുന്നു? ശ്രീലങ്കയിലെ ഹോട്ടലിന്റെ ഹോട്ടലിന്റെ പേര് ഓർമ്മയില്ല. കൊളംബോയിൽ നിന്നാണ് അദ്ദേഹം, അതൊക്കെ നമ്മള് ജനിക്കുന്ന മുമ്പുള്ള സംഭവമാണ്. കൊളംബോയിൽ നിന്നാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് കുടിയേറുന്നത്. ആദ്യം കൊളംബോയിലായിരുന്നു. ഏട്ടനും അങ്കിളും ഒക്കെ. എത്ര സഹോദരന്മാരുണ്ടായിരുന്നു കൊളംബോയിൽ? അവര് രണ്ടുപേരും പിന്നെ ഒരു അങ്കിളും ആയിരുന്നു. അവരെല്ലാവരും അവിടെ ഹോട്ടൽ നടത്തിയിരുന്നു. എന്തുകൊണ്ടാണ് കൊളംബോ വിടാൻ കാരണം ഓർമ്മയുണ്ട്? പറഞ്ഞു കേട്ട അറിവ്? അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് മാറി എന്നുള്ളത് മാത്രമാണ്, എറണാകുളത്തേക്ക് മാറി. അതിന്റെ ചരിത്രം ഓർമ്മയില്ല, എങ്ങനെയാണ് കൊച്ചിയിലേക്ക് വന്നത് അല്ലെ? ശരി, തിരിച്ചു വരാം. നമുക്ക് നൂർ മുഹമ്മദ് ആദ്യം, ഇവർക്കൊക്കെ ഒരു പഴമയുടെ ചരിത്രം പറയാനുണ്ട്. നിങ്ങള് ന്യൂ ജനാണ്. എന്റെ ഒരു ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ ഈ സാധാരണ നമ്മളൊരു എഞ്ചിനീയർ എന്ന് കേട്ടാൽ ഉടൻ നമ്മുടെ മനസ്സിലോടുക ഒരു കെട്ടിടം നിർമ്മിക്കുന്ന ആള്, അല്ലെങ്കിൽ ഒരു റോഡ് നിർമ്മിക്കുന്ന ആള്, അല്ലെങ്കിൽ ഒരു പാലം നിർമ്മിക്കുന്ന ആള്, ഇങ്ങനെ ഒരു എഞ്ചിനീയർ അല്ലെ? എങ്ങനെ ഒരു ഫുഡ് ടെക്നോളജി ഒരു എഞ്ചിനീയർ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരാൻ കാരണം എന്താ? ഞാനും നവാസ്ക ഇപ്പൊ പറഞ്ഞ പോലെ ഇതേപോലെ റോഡ് നിർമ്മാണ മേഖല അല്ലെങ്കിൽ ആർക്കിടെക്ചർ മേഖല ഇതിലേക്ക് തിരിഞ്ഞു പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു. ഞാനും +2 കഴിഞ്ഞ് സയൻസ് വിഭാഗം എടുത്തത് അതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു, എഞ്ചിനീയറിംഗ് ഇങ്ങനത്തെ മാറാൻ വേണ്ടി. അപ്പം കോഴ്സ് അന്വേഷിച്ചടക്കുമ്പം ഫസ്റ്റൊക്കെ നമ്മൾ ചിന്തിച്ചത് ഈ കോഴ്സ് തന്നെയായിരുന്നു. അങ്ങനെ എൻ്റെ ഉപ്പാപ്പയും മാമനൊക്കെ ഈ റെസ്റ്റോറൻറ്റ് മേഖലയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവര് ഏതാണ് നിങ്ങളുടെ സ്ഥാപനം? ഏതാണത്? MVK കണ്ണൂരിലെ MVK. അതും 10-60 വർഷം പഴക്കമുള്ള സ്ഥാപനം. അപ്പം മാമൻ ഇങ്ങനെ ഒരു ദിവസം വന്നിങ്ങനെ എന്റെ കോഴ്സ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മാമൻ ഇങ്ങനെ വന്ന് പറഞ്ഞു. മാമൻ ഉമ്മയുടെ ആങ്ങള. അപ്പം ആങ്ങള ഒന്ന് ഇങ്ങനെ പറയണ്ടായി, നീ ഈ കോഴ്സ് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഫുഡ് ടെക്നോളജി BTechല്? അപ്പൊ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോ എനിക്ക് അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞേ. ഞാൻ അതിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്ക്, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് മുന്നോട്ട് പോകാലോ. എവിടുന്ന് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയത്? സാധാരണ ഹോട്ടൽ ഫീൽഡിലുള്ളവർക്കൊന്നും അങ്ങനെ ഒരു സാധനം കിട്ടൂല. എങ്ങനെയാണ് അത് കിട്ടിയത്? സംഭവം മൂപ്പര് ഈ ഫീൽഡിൽ തന്നെ ആയതുകൊണ്ട് തന്നെ പല ഫുഡ് പ്രൊഡക്ട്സ് വരുന്നുണ്ടാവും. അപ്പൊ ഫുഡ് പ്രൊഡക്ട്സിന്റെ അവരുടെ അടുത്തുള്ള ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞതായിരിക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ല, അപ്പൊ അത് കേട്ടപ്പോ ആദിലിന് എന്ത് തോന്നി? കാരണം ഒരു മനുഷ്യനും ചിന്തിക്കാത്ത ഒരു വഴിയാണല്ലോ അത്. ശരാശരി മനുഷ്യന്റെ ചിന്തയെ പോകില്ല. അതെ, എനിക്ക് കേട്ടപ്പോ ഒരു പുതുമ തോന്നി. പിന്നെ ഫുഡ് എന്ന് കേട്ടപ്പോ ഒരു ഇതും തോന്നി, ഒരു ഇഷ്ടവും തോന്നി.
നമ്മൾ വെച്ചാൽ എല്ലാവരും ഫുഡിലായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നടക്കാണ്. ഉം. അപ്പൊ നമ്മളും ചെറുപ്പകാലത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഇരുന്നിട്ടുണ്ട്. Yes. അപ്പോൾ അതിനോടുള്ളൊരു താല്പര്യം കൊണ്ട് എനിക്കൊരു താല്പര്യം തോന്നി. ആ. പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ പഠിച്ചപ്പോൾ അതിലൊരു നമുക്ക് പഠിക്കാനുള്ള സയൻസ് ഉണ്ടും പിന്നെ നമുക്ക് അതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞപ്പം അത് പഠിക്കാൻ തോന്നി. ഫുഡിലും ഒരു സയൻസ് ഉണ്ടെന്ന് മനസ്സിലായി. സയൻസ് ഉണ്ടെന്ന് സാധാരണ നമ്മൾ ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരുടെ ഒരു കൈക്രിയായിട്ടാണ്. അവരുടെ ഒരു റെസിപ്പി അതെപ്പോഴും രഹസ്യമായിരിക്കും. അവർ ചെറിയ കൊച്ചു ചേർത്തുകൾ ഉണ്ടാക്കുന്ന ഒരു മാനസം അല്ലേ ശരിക്കും അത്? അല്ലേ? അങ്ങനെയല്ലേ ശരിക്കും നമ്മൾ ഉമ്മയും എല്ലാവരും അല്ലേ? അവരുടെ കൈരുചി. ഭൂപേഷ് ഭായ്, ഇപ്പോഴത്തെ ഹോട്ടൽ വ്യവസായത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയുണ്ട്? കാരണം ഈ ഒരു ഭക്ഷണപ്രിയരുടെ ഒരു തള്ളിക്കയറ്റം എല്ലാ മേഖലയിലുണ്ട്. ഭക്ഷണം ആഘോഷമായി മാറിയിരിക്കുന്നു. എങ്ങനെ മുന്നോട്ട് പോകുന്നു? നിങ്ങളുടെ മാറ്റങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്ന് ഭക്ഷണ മേഖലയിൽ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ വരാൻ ഇപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്ഷണം ഇവിടെ വരുന്നുണ്ട്. ടർക്കിഷ് ബിരിയാണി, സ്പാനിഷ് ബിരിയാണി മുതൽ എല്ലാ സാധനവും, അതുപോലെ തന്നെ എല്ലാ ഫുഡ് ഐറ്റംസും ലോകത്ത് എവിടെയൊക്കെ പോയിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ കുറച്ചൊരു ഇതുണ്ടോ അത് നമ്മളെ സ്പൈസിയിൽ ചേർത്തുകൊണ്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസും നമുക്ക് കിട്ടാൻ തുടങ്ങി. അത് ജനങ്ങൾ ആഘോഷിക്കുന്നുമുണ്ട്. ഇന്നൊരു വെക്കേഷൻ നമുക്ക് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ശരിക്കും ജനങ്ങൾ ആഘോഷിക്കുകയാണ്. വീട്ടുകളിൽ ശരിക്കും എനിക്ക് തോന്നുന്നു ഭക്ഷണം അന്നത്തെ ദിവസം വെക്കാറില്ല. ഔട്ടിംഗ് ആണ്. മിക്ക കുടുംബങ്ങളുമായി ഔട്ടിംഗ് ആണ്. അത് ഫാമിലിയായി വന്ന് ഗ്രൂപ്പായിട്ട് വന്നുകൊണ്ട് തന്നെ അവർ കൂട്ടമായി ഇരുന്ന് ഒരു ടേബിളിൻ്റെ മുന്നിൽ എല്ലാവരും കൂട്ടമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഫുഡ് മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു നല്ലൊരു കൺസെപ്റ്റിലൂടെയാണ് അതിനെ കാണേണ്ടതും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. നമ്മുടെ മേഖലയിൽ ഞങ്ങളിനി പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരമാവധി ശുചിത്വത്തോടുകൂടിയും പരമാവധി ഇതോടുകൂടി ഞങ്ങളുടെ മേഖല നന്നാക്കുകയാണെങ്കിൽ ഈ മേഖലയ്ക്ക് ഇനിയും എത്രയോ സ്കോപ്പ് ഉണ്ട്. ഇനി വരുന്ന ഒരു ലോകത്തിലെ തന്നെ ഒരു നല്ല ഇത് ഏറ്റവും വലിയ മേഖലയായിട്ട് നമ്മളെ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രീസ് മാറുമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയുന്നത്, കാണുന്നത്. അങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ നിങ്ങൾ നമുക്ക് മുമ്പ് ഹോട്ടലിൽ വന്ന ആളുകൾ ഭക്ഷണം കഴിക്കുകയാണല്ലോ. അപ്പം നിങ്ങളൊക്കെ കാറ്ററിങ് വനിതകളുടെ നേതൃത്വത്തിൽ അല്ലേ? ഞാൻ പറഞ്ഞ രുചി ശരിക്കും സ്ത്രീകളല്ലേ അതിൻ്റെ ഒരു കയ്യൊപ്പ് അല്ലേ? എന്റെ ബ്രദർ കാറ്ററിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോഴും ഞാൻ ഇതിലേക്ക് വന്നത് ആദ്യമായിട്ട് അവൻ ചെറിയ ചെറിയ കാറ്ററിംഗ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഹോംലി ഫുഡ് എന്നുള്ളതിൽ നമ്മുടെ മലബാർ ഫുഡുകൾ ഓർഡർ എടുക്കുമായിരുന്നു. ചെമ്മീൻ്റെ അട, കല്ലുമ്മക്കായ അങ്ങനെയുള്ളതൊക്കെ ഓർഡർ എടുക്കുന്ന സമയത്ത് അത് ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ചില വിഭവങ്ങൾക്ക് പേരിട്ടിട്ട് നമ്മൾ ആ പേരുകളൊക്കെ എങ്ങനെയാണ് വന്നിരുന്നത്? നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലബാറിലുള്ള ഒട്ടുമിക്ക സാധനങ്ങൾക്കും ഓരോന്നിന്റെ ഷേപ്പിലാണ് വരുന്നത്. ഉന്നക്കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നത്തിന്റെ കായയുടെ ഷേപ്പിലാണ് ഉന്നക്കായ വരുന്നത്. പിന്നെ നമ്മളെ കുമ്പളങ്ങ പത്തിലുണ്ട്. അതിപ്പോ ഞാൻ എറണാകുളത്ത് നിന്നാണെങ്കിലും സെയിൽ ചെയ്യുന്ന ഇങ്ങനെ എക്സിബിഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ കുമ്പളങ്ങ പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പളങ്ങയൊന്നും ഈ കുമ്പളങ്ങ അല്ല, ഇതിന്റെ ഉള്ളിലുള്ളത് ചിക്കന്റെ ഫില്ലിംഗ് ആണ്. അതിന്റെ ആ ഒരു ഷേപ്പ് വരുന്നത് കുമ്പളങ്ങയുടെ, അതായത് മത്തന്റെ എല്ലാം ആ ഒരു ലൈന് പോലെ ഇതായിട്ട് വരുന്ന ആ ഒരു ഷേപ്പിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ പ്രൊസീജിയർ കുറച്ച് കൂടുതലുണ്ട്. ഇപ്പൊ നമ്മൾ അതിനെ ചെറുതാക്കിയിട്ട് ഒരാൾക്കൊന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുന്നു. പിന്നെ അങ്ങനെ പേര് വന്ന വിഭവങ്ങളൊക്കെ പിന്നെ ഇത് തുർക്കി പത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും വരുന്നത് തുർക്കി തൊപ്പിയുടെ ആ ഒരു സ്റ്റൈലിലാണ്. മുട്ടമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട കൊണ്ട് ഉണ്ടാക്കുന്ന മാല മാതിരിയുള്ള മഞ്ഞനെ കൊണ്ട് മാല. അപ്പൊ അതുകൊണ്ടാണ് അതിന് മുട്ടമാല എന്ന് പറയുന്നത്. പഞ്ചാരപ്പാറ്റ എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിക്കും ഒരു തേനീച്ചക്കൂട് പോലെ അത് അവര് അപ്പൊ അങ്ങനെ ഓരോന്നിന്റെയും രൂപത്തിനോട് ഇതായിട്ടാണ് കുറെ പേരുകൾ. ഇറച്ചിപ്പത്തിൽ അതിന്റെ ഉള്ളില് ഇറച്ചിയുടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഇപ്പോഴാണ് ചിക്കൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അധികവും ഇങ്ങനെയുള്ള ഇതിനൊക്കെ ബീഫ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആണ് ഇറച്ചിപ്പത്തിൽ നിന്നുള്ള അതിന്റെ ചെറുതായിട്ടും ചെയ്യുന്നതുണ്ട് കോഴിയടാന്ന് പറഞ്ഞിട്ട്. കോഴിയുടെ മധുരം എല്ലാം അത് മധുരവും ഉണ്ട് എരിവും ഉണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ രൂപത്തിന്റെ ഇതിലാണ് പേര് വരുന്നത്.
കുമ്പളങ്ങപ്പത്തിന് പറയുമ്പോ എപ്പോ രസമാണ്. അപ്പൊ നമുക്ക് സ്റ്റോളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ പറയാൻ അതൊരു കുമ്പളങ്ങപ്പത്തിന് കുമ്പളങ്ങാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കുമ്പളങ്ങ അല്ല, അതിന്റെ ഉള്ളിൽ ചിക്കന്റെ ഫില്ലിംഗ് ഉണ്ട്, റവയുടെ ഫില്ലിംഗ് ഉണ്ട്, ഹാഫ് ബോയിൽഡ് എഗ് ഉണ്ട്. ഇതെല്ലാം ആരുടെ മനസ്സിലായിരിക്കും ഓരോ ആശയങ്ങൾ ഉണ്ടാകുന്നത്? ഇതൊക്കെ പണ്ട് മുതലേ നമ്മളൊക്കെ ജനിക്കും മുമ്പേ വന്നിട്ടുള്ള നിങ്ങളുടെ പേര് എന്നേരം ഈ ഒരു സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് കുറെ ക്രിയേറ്റ് പുതിയ പുതിയ സാധനം ചെയ്ത് പുതുതായിട്ട് വന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? പുതുതായിട്ട് വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സ്പ്രിംഗ് റോൾ ആണെങ്കിൽ തന്നെ അതിന് പല വിധത്തിലുള്ള സ്പ്രിംഗ് റോൾ ഉണ്ട്. ഞാൻ തന്നെ ഇറക്കിയിട്ടുണ്ട്. ക്യാരറ്റിന്റെ ഒരു സ്വീറ്റ് ഉള്ള സ്പ്രിംഗ് റോൾ സ്പ്രിംഗ് പോലെയാണ് ഇരിക്കുക. അത് ആ ഒരു സ്പ്രിംഗ് റോൾ അതൊക്കെ ചൈനീസിന്റെ ആണ്, നമ്മുടേതല്ല. അത് ശരിക്കും ചൈനീസ് നമ്മള് കട കൊടുത്തതാണ്. അതിനെ നമ്മൾ മാറ്റി അതില് നമ്മള് ഷവർമ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കി ഗജാരിയ സ്പ്രിംഗ് റോൾ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു സ്വീറ്റ് ഇറക്കി. ഗജാരിയ സ്പ്രിംഗ് റോൾ പിന്നെ കപ്പക്കാന്താരി റോളെന്നും പറഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ കപ്പയുടെ ഫില്ലിങ്ങും അതിന്റെ ചമ്മന്തിയും കൂടെ വെച്ചിട്ട് ഒരു സ്പ്രിംഗ് റോൾ. ചൈനക്കാരനെ കൊണ്ടുവന്ന് രൂപം മൊത്തം നമ്മളെ മാറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെയും ചൈനക്കാരുടെ എന്തൊക്കെ രൂപങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്? സ്പ്രിംഗ് റോള് അവരുടേതാണ് മെയിൻ അത് ആയിട്ട്. നമ്മൾ ഏതൊക്കെ രൂപത്തിലേക്കാക്കി? ഗജാരിയ സ്പ്രിംഗ് റോൾ എന്ന് പറഞ്ഞിട്ട് ഗജാരിയ ക്യാരറ്റ് ക്യാരറ്റ്. അപ്പം അതിന്റെ സ്വീറ്റ് അത് സ്വീറ്റ് ആണ്. അതും പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീറ്റ് എന്ന് പറയുമ്പോ എല്ലാരും പറയും വേണ്ട, ഞാൻ പറയും ഇത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൈസ തന്നാ മതി എന്ന് പറയും. അത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം. അതിനകത്ത് എന്താ സ്വീറ്റിൽ എന്താ? അതിന്റെ ഉള്ളിൽ ശരിക്കും ക്യാരറ്റ് ഹലുവയാണ് വരുന്നത്. പിന്നെ അതിന്റെ മേലയിൽ ഒന്ന് ഹണിയൊക്കെ സ്പ്രെഡ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഈ കാഴ്ച ഒരു പ്രധാന ഘടക ഓരോ സത്യം. അല്ലെ? അങ്ങനെ വരുമ്പോഴാണ് രുചി കൂടുക. അത് കാണുമ്പം എന്തായാലും വാങ്ങണം എന്ന് തോന്നും. അങ്ങനെ ഒരു അതിനോടൊരു മുഹബത്ത് തോന്നും മനുഷ്യർക്ക്, അല്ലെ? അങ്ങനെയാണ് ഈ വിഭവങ്ങളെല്ലാം രംഗത്ത് വരിക. നൂർ മുഹമ്മദ്, അങ്ങനെ ഈ കോഴ്സ് തെരഞ്ഞെടുത്തപ്പോൾ എങ്ങനെയാണ് ആ കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ച് എങ്ങനെ കണ്ടെത്തിയത്? എവിടെയാണെന്ന് എങ്ങനെ കണ്ടെത്തിയത്? ഉണ്ടോ കേരളത്തിൽ എവിടെയെങ്കിലും ആ കോഴ്സ്? അതെ ഞാനിത് ഫസ്റ്റ് ഞാൻ ഗൂഗിളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ എല്ലാവർക്കും എന്തെങ്കിലും അറിയണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഗൂഗിളിൽ അന്വേഷിക്കുക. അപ്പൊ ഗൂഗിളിൽ അന്വേഷിച്ചപ്പം ഈ കോഴ്സ് നമ്മുടെ കേരളത്തിൽ അപൂർവം കോളേജസിലുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങി വെച്ചിരിക്കുന്ന കോളേജ് എന്ന് പറഞ്ഞാൽ TKMIT കൊല്ലം TKMIT പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയിരിക്കുന്നത് സെയിന്റ് ഗീറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയം, പിന്നെ നമ്മളെ ക്രിസ്റ്റി ജ്യോതി കോളേജ് എറണാകുളം. അതൊക്കെ റീസെന്റ് ആയി തുടങ്ങിയത്. അപ്പം കുറച്ച് കാലമായിട്ട് തുടങ്ങിയിട്ടില്ല, ഒരു 10-12 കൊല്ലം ആ കാലയളവിലാണ് ഈ ഫുഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ തുടങ്ങിയത് എനിക്കൊന്ന് 2009-2010 കാലഘട്ടത്തിലാണ് ഈ കോഴ്സിന്റെ. ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ഇതിനായിട്ടുള്ള ഒരു കോളേജാണ്. ഒരു കോളേജ് മൊത്തം ഫുഡ് ടെക്നോളജി പഠിപ്പിക്കാനായിട്ട്. അതിനും അതിന്റെ ബന്ധപ്പെട്ടുള്ള കോഴ്സ് പഠിപ്പിക്കാനും. തഞ്ചാവൂരില് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എന്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. എന്താ അവിടെ ഇത്രയധികം ഭക്ഷണത്തെ കുറിച്ച് പഠിപ്പിക്കുക? അത് നമ്മളെ ഫുഡില് പല മേഖല ഉണ്ട്. ഫുഡിന്റെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ കുറേ സംഭവം നമ്മൾ നോക്കാനുണ്ട്. ഇപ്പൊ റെസിപ്പി, അതിന്റെ എത്ര കാലം നമ്മൾ ഷെൽഫിൽ വെക്കാൻ പറ്റും, ആ ഷെൽഫിൽ വെച്ചതിന് ഇത്ര കാലയളവേ കിട്ടുള്ളൂ എന്നുള്ളത്. അത് ഇപ്പം നമ്മൾ ഈസ്റ്റേൺ മസാലപ്പൊടി ഏതെങ്കിലും മസാലപ്പൊടി എടുത്തു കഴിഞ്ഞാൽ ഇത്ര കാലം കിട്ടുന്നില്ലേ, അത് എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത് വെച്ചാൽ ഇത്ര കാലം നമുക്ക് കിട്ടും എന്നുള്ളത്. അത് റെസിപ്പി നമ്മൾ റെഡിയാക്കി എടുക്കണം. ചില സമയത്ത് നമ്മളിപ്പോൾ ഇന്നുണ്ടാക്കിയ റെസിപ്പി നമുക്ക് ചില സമയത്ത് 4 മാസം കിട്ടില്ല. പിന്നെ അതിനകത്ത് ചില മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് പിന്നെയും ഉണ്ടാക്കി വെക്കും. അങ്ങനെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് നടക്കൽ എപ്പോഴും. അപ്പൊ അതിന്റെ ഒരു പ്രൊസീജിയർ പഠിപ്പിച്ചു തരും. പിന്നെ സെൻസറി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ ടേസ്റ്റ്, നമ്മൾ രുചി എന്ന് പറഞ്ഞത് നമ്മൾ കാണുന്നതിനൊരു രുചിയുണ്ട്, അതേപോലെ തന്നെ മണം, അതേപോലെ തന്നെ പിന്നെ നാവ്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ആ കാഴ്ചയിലാണ് രുചിയുണ്ട്, പിന്നെ ആ മണത്തിലൊരു രുചി, പിന്നെയാണ് നമ്മൾ നാവിലേക്ക് എത്തുന്നത്. നാവിലാണ് ലാസ്റ്റ് സമാപ്തി. അങ്ങനെ തീർന്നു ആ രുചി പൂർണ്ണമായി ആ സമയത്തൊക്കെ. അപ്പം നമ്മൾ ഈ 3 ഘട്ടങ്ങളും റെഡിയാക്കി എടുക്കലേ ഒരു ഭക്ഷണത്തിന്റെ. നമ്മളിപ്പോ ഒരു പാക്കേജ്ഡ് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ആ പാക്കേജ്ഡ് ഫുഡിന്റെ കാണാനൊരു രുചി ഉണ്ടാവണം, ആ പാക്കറ്റ് പൊട്ടിക്കുന്ന ഒരു രസം ഉണ്ടാവണം, പിന്നെ അത് മണത്തിനൊരു രുചി ഉണ്ടാവണം, പിന്നെ ടേസ്റ്റിന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ആ രുചി ഉണ്ടാവണം. അത് മൊത്തത്തിൽ നമ്മൾക്ക് ആ ഒരു പാക്കേജ്ഡ് ഫുഡിലേക്ക് എത്തിക്കാനും പറ്റണം. ഒരു കാഴ്ചയിൽ ഒരു രുചി വേണം, നാവിൻ തുമ്പിൽ ഒരു രുചി വേണം, അല്ലേ? രണ്ടെണ്ണാണ് പ്രധാനം.
പിന്നെ പിന്നെ മണവും. ആദ്യ കാഴ്ചയിൽ പിന്നെ നമ്മൾ ഗന്ധത്തിലൂടെ ഗന്ധത്തിൽ. അല്ലേ? അതെ അതെ. കാഴ്ചയിലും ഗന്ധത്തിലും നാവിൻ തുമ്പിലും ഈ 3 രുചികളെയും തിരിച്ചറിയാനുള്ള ഒരു ടെക്നോളജി അതിനകത്ത് ഉണ്ട് അല്ലേ? സെൻസറി എന്ന് പറയുന്ന സംഭവമുണ്ട്. സെൻസറി അനാലിസിസ് എന്ന് പറയും. അപ്പൊ സെൻസറിങ് തന്നെ സെൻസറി നമ്മുടെ സെൻസറ പണി തന്നെ അല്ലേ? നമ്മൾ മനുഷ്യർ ചെയ്യും. ആ. അത് കഴിഞ്ഞ് നമ്മളൊരു സ്കെയിൽ ഉപയോഗിക്കും, ഹീഡോണിക് സ്കെയിൽ എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ ഒരു ഭക്ഷണത്തിന്റെ പ്രധാനമായ കാര്യങ്ങളെ വേർതിരിച്ചു വെക്കും. ഇപ്പൊ നമ്മൾ ദോശ എടുക്കുകയാണെങ്കിൽ ദോശന്റെ ക്രിസ്പിനെസ്, ഉള്ളിലത്തെ സോഫ്റ്റ്നെസ്, ഇതിനൊക്കെ ഓരോരോ സംഭവമായി മാറ്റിയിട്ട്. മിഷനറീസ് ഉണ്ടോ ഇതെല്ലാം? ഇല്ല. ഈ നമുക്ക് മെഷീനറീസും ഉണ്ട്, ടെക്സ്റ്റൽ അനാലിസർ എന്ന് പറഞ്ഞിട്ട് മെഷീനറീസും ഉണ്ട്. പക്ഷെ ആ ഓരോ മെഷീനറീസിനും ലക്ഷങ്ങളാണ് അതിന് വില. ഒരു വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പം കോൺഫ്ലെക്സ് എന്ന് പറഞ്ഞ കോൺഫ്ലെക്സ് സംഭവം ഇല്ലേ, അതിന്റെ ഒക്കെ ടെക്സ്ചർ എപ്പോഴും മാറൂല. എപ്പോൾ നോക്കിയാലും ഒരേ ടെക്സ്ചർ ആയിരിക്കും, ഒരേ ക്രിസ്പിനെസ് ആയിരിക്കും. അത് ടെക്സ്റ്റൽ അനാലിസർ വെച്ചിട്ടാണ് നിർണ്ണയിക്കുന്നത്, ഫൈനലൈസ് ചെയ്യുന്നത്. അവർ ക്വാളിറ്റി ചെക്കിങ് ചെയ്യും. ഒരു ബാച്ച് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാച്ചിലെ ഒരു സാമ്പിൾ എടുത്തിട്ട് ടെക്സ്ചർ അനാലിസ് ചെയ്യും. ആ ടെക്സ്ചർ അവർക്ക് റേഞ്ച് ഉണ്ടാവും. ആ റേഞ്ചിൽ കൃത്യമായിട്ട് വരികയാണെങ്കിൽ അത് ബാച്ച് റെഡിയാണ്. വരുന്നില്ലെങ്കിൽ. ഭൂപേഷിനോടാണ് ചോദ്യം. ഇപ്പോൾ താങ്കളുടെ ആനന്ദഭവൻ ഹോട്ടലിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അതിന് വലിയ തിരക്കാണ്. അതുപോലെ തന്നെ താങ്കളുടെ ഹോട്ടലിൽ ഉച്ചക്കെല്ലാം പോയി കഴിഞ്ഞാൽ കുടുംബങ്ങൾ ഒന്നടങ്കം വരികയാണ്. അതിന് ദിവസമൊന്നും പ്രത്യേകത, എല്ലാ ദിവസവും കുടുംബങ്ങൾ ഒന്നടങ്കം വരിക. എന്താണ് അങ്ങനെ ആളുകളാകുക? അത് വളരെ ചുരുക്കം ചില ഹോട്ടലുകളാണ്. ഇപ്പം കണ്ണൂരിലാണെങ്കിൽ ഒന്ന് നിങ്ങൾ, ഒന്ന് ഒണ്ടേൻ റോഡ്. ബ്രേക്ക്ഫാസ്റ്റ് കാര്യത്തിലാണെങ്കിൽ ഉണക്കൻ ഭാരതിയൊക്കെ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. എൻ്റെ ഓർമ്മയിൽ തന്നെ 10-50 വർഷത്തിന് മേലെ അല്ലേ? എന്താണ് അത് അങ്ങനെ ജനങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകിയെത്താനുള്ള ഒരു ടെക്നിക്ക് എന്തായിരുന്നു ശരിക്കും? പ്രത്യേകിച്ച് ടെക്നിക്കുകളൊന്നുമില്ല. നല്ല സാധനം സെലക്ട് ചെയ്യുക, അതായത് വാങ്ങിക്കുക. ഏറ്റവും നല്ല സാധനം ക്വാണ്ടിറ്റി കീപ്പ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി നോക്കി വാങ്ങിച്ച ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ആ ക്വാളിറ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം നമുക്ക് കഴിയുന്നോ ആ ക്വാളിറ്റി ആ കൊടുക്കുന്ന സാധനത്തിലുണ്ടാവും. ആദ്യം ടെക്നോളജി ബിടെക് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ അറിവ് എങ്ങനെയാണ് അതിനകത്ത് സമാഹരിച്ചത് ശരിക്കും? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 3rd ജനറേഷനാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ തുടങ്ങിയതാണ് ആനന്ദഭവൻ 1932. നമ്മൾ സ്കൂൾ സ്റ്റഡീസ് മുതൽ ഹോട്ടൽ ആനന്ദഭവൻ്റെ ഒപ്പം തന്നെയാണ് സഞ്ചരിക്കുന്നുണ്ട്. 100 വർഷം. 79, 95, 90 അല്ലേ? അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നേരെ ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് ഒരു ചായയും അവിടെ ഒരു പണ്ടത്തെ കാരപ്പുണ്ട് ഇത് തന്നിട്ട് നേരെ സ്കൂളിൽ പോകും. തിരിച്ച് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ സ്കൂളിൽ വരും. തിരിച്ച് സ്കൂളിൽ പോയി തിരിച്ച് വൈകുന്നേരം വരുമ്പോൾ ഇതിൻ്റെ കൂടെയുള്ളൊരു സഞ്ചാരം. അത് പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ഷോപ്പിലേക്ക് കാലെടുത്ത് വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ പഠിക്കാനൊന്നും പോകാൻ പറഞ്ഞില്ലേ അന്നത്തെ സമയത്ത്? ഡിഗ്രി കഴിയുമ്പോൾ ആ സമയത്ത് ഞാനൊക്കെ ഡിഗ്രി കഴിയുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടറിന്റെ വിവിധ വശങ്ങൾ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. കമ്പ്യൂട്ടർ യുഗം തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഒറാക്കിൾ ഇങ്ങനെയുള്ള ഇതൊക്കെ തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. അതിനെ പറ്റിയിട്ട് വലിയൊരു ധാരണ വരുന്നതിന് പിന്നെ ഓട്ടോമാറ്റിക്കലി അച്ഛന് സുഖമില്ലാണ്ടായ സമയത്ത് ഹോട്ടലിൽ അച്ഛൻ്റെ ആയത് കയറി അവിടെ ഇരുന്നു. അവിടെയുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അച്ഛൻ തുടങ്ങുമ്പോൾ ഉള്ള ഒരു രീതി അല്ലല്ലോ ഇന്നത്തെ ഹോട്ടലിൽ. അന്ന് നിങ്ങൾ രാവിലെ തുടങ്ങി രാത്രി വരെ ഒരേ പാറ്റേൺ അല്ലേ? അതെ, ഒരേ പാറ്റേൺ. ബ്രേക്ക്ഫാസ്റ്റ് ഒരു ടൈം സെക്ഷനായി, മീൽസിന്റെ ടൈം ഒരു സെക്ഷനായി. അന്നത്തേക്കാൾ വിഭവങ്ങളിൽ ഉണ്ടായ മാറ്റം എന്താണ്? ഞങ്ങള് ശരിക്കും പറഞ്ഞാല് നാടൻ സെറ്റിങ്സ് തന്നെ ഇപ്പോൾ ശരിക്കും ഉള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ വെള്ളയപ്പം, വെടിയപ്പം, പിന്നെ പുട്ടുപൂരി, പൊറോട്ട, ചപ്പാത്തി, ഇങ്ങനെയുള്ള ഐറ്റംസിൽ നെയ്പ്പത്തിൽ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത് ചെയ്യണം. അതിനൊപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സീ ഫുഡ് നല്ലോണം രാവിലെ ഇപ്പം കഴിക്കാൻ ആൾ വരുന്നുണ്ട്. അപ്പോൾ സീ ഫുഡ് നല്ലോണം കയറുന്നുണ്ട്. രാവിലെ തന്നെ സീ ഫുഡ് വരുന്നുണ്ട്. സീ ഫുഡ് ഒരു 7 മണിയാകുമ്പോഴൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കും. രാവിലെ 7 മണിക്ക്? 7 മണിയാകുമ്പോൾ നമ്മൾ റെഡിയാക്കി. സീ ഫുഡിൽ നമുക്ക് അധികം ഈ കല്ലുമ്മക്കായി, കൂന്തല്, ചെമ്മീന്, ഈ മുരു ഉണ്ടല്ലോ, മുരു, അതുപോലെ തന്നെ അയക്കൂറായില, പിന്നെ എന്തൊക്കെ കിട്ടുന്ന അതൊക്കെ മേടിച്ച് കുറച്ചായിട്ട് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കും. രാവിലെ 7 മണിക്ക് ഇതിന്റെ പരിപാടി തുടങ്ങും. ആളുകൾ 7 മണിക്ക് ഇതെല്ലാം തിന്നാൻ പറ്റും. 7 മണിക്ക് നോൺ വെജ് അടിക്കാൻ തുടങ്ങും. എയർപോർട്ടിൽ ഇറങ്ങുന്ന കൂട്ടർ മട്ടന്നൂർ ഇറങ്ങി കഴിഞ്ഞാൽ വിളിച്ചു ചോദിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്ത് റെഡി ആയാലും. നേരെ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന കൂട്ടറുണ്ട്. അങ്ങനെ ഒരു ട്രെൻഡായി മാറി. ഈ ഉച്ചക്കുള്ള ഈ മീനിനൊക്കെ ചേർക്കുന്ന ഒരു മസാല, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ മാത്രം സംഭവമല്ലേ അത്? അതേ ടേസ്റ്റ് വേറൊരു സ്ഥലത്ത് പോയി കിട്ടുന്നില്ല. നോർമലി ഫിഷ് ഫ്രൈക്ക് ഒരു ടേസ്റ്റ് നാട്ടിൽ ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ആ രുചിക്കൂട്ട് അത് നിങ്ങളുടെ തന്നെയാണോ? അത് എങ്ങനെയാണ് അതിന്റെ പരിപാടി? പൂർവികളിൽ നിന്ന് നമ്മളെ പിതാക്കന്മാരെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി തന്ന വിഷയങ്ങൾ
അത് അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിനകത്ത് വല്ല അത് വേറെ മറ്റൊന്നും രാസവസ്തുക്കളോ രാസവസ്തുക്കൾ അങ്ങനെ ഒരു അജിനാമോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ആ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ രുചിച്ച് നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും വയറ്റിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന കൂട്ടരാണ്. അതെയാ. അപ്പോൾ ഞങ്ങൾക്ക് അതിലൊന്നും വരാനില്ല. സെലക്ട് ചെയ്യുന്ന സാധനം ഉം. ഒരു പ്രോഡക്റ്റ് നമ്മളൊരു സാധനം വാങ്ങിക്കുന്നത്, ഇപ്പോൾ മുളക്, കാശ്മീരി മുളക് വാങ്ങിക്കേണ്ട അതിൻ്റെ ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനം വാങ്ങിക്കുക. ഇനിയിപ്പോൾ മറ്റുള്ള സാധനങ്ങൾ എന്ത് സാധനവും ക്വാളിറ്റി പ്രോഡക്റ്റ് ഇത് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള സാധനം ഇവിടെ കിട്ടുന്നുണ്ട്. സെലക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും. എന്ത് അപ്പൊ മോശമായ ഒരു സാധനത്തിന് ഒരിക്കലും നന്നാക്കി കൊടുക്കാൻ പറ്റില്ല. ആ എന്ത് നല്ല add സാധനം ചെയ്താലും മാക്സിമം നന്നാക്കാറുണ്ട്, നല്ല സാധനം മാക്സിമം നന്നാക്കാൻ പറ്റും. നന്നാക്കിയിട്ടാണ് കൊടുക്കുന്നത്. നന്നാക്കി നമുക്ക് തിരിച്ചു വരാം. നൂർ, ആദിൽ, ഇപ്പം ഇത് പറഞ്ഞ നാടൻ ഇതാണ്. ഇപ്പം നിങ്ങളുടെയൊക്കെ ഹോട്ടലുകളിൽ നാടന് ഒരു പരിചയമുണ്ട് അല്ലേ? ആ പുതിയ വിഭവങ്ങൾ ഇപ്പം എല്ലാം ചിക്കനിലൊക്കെ വെറൈറ്റി വിഭവങ്ങളാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ന്യൂ ജെൻ സാധനങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന പുതിയ കാലത്തിൻ്റെ വിഭവങ്ങൾ. ഇപ്പം ഈ പറഞ്ഞതൊക്കെ പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന പുട്ടും അപ്പവും വെള്ളയപ്പവും ഈ മീൻകറിയും ഈ പറഞ്ഞ സാധനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഉണ്ടാകുന്ന വിഭവങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പം നമ്മുടെ നാട്ടില് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാല് ഈ ഡെസേർട്സ് ഇല്ലേ, ഉം. മധുര പലഹാരങ്ങൾ. ഉം. മധുരത്തിന്റെ പലഹാരങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡ് കാണുന്നുണ്ട്. ഈ നമ്മള് പുതുതലമുറകളെ അത് അത് അവരിങ്ങാട്ടി കുറച്ച് മുതിർന്നവർക്ക് ഷവായ, ഉം. അൽഫാം, ഉം. അതിന്റെ ഒരു ഈ ഷവായൊക്കെ ശരിക്കും എവിടുന്ന് വന്ന സാധനം? ഷവായ ഒക്കെ നമ്മള് ഇവിടുന്ന് മിഡിൽ ഈസ്റ്റ് കൺട്രീസ് വന്ന സാധനമാണ് വന്ന സംഭവം. ഷവായ, അൽഫാം, പിന്നെ എന്തൊക്കെയാ ആ റേഞ്ചിലുള്ള സാധനങ്ങൾ? ഷവായ, അൽഫാം, പിന്നെ തന്തൂരി ചിക്കൻ, ഉം. പിന്നെ അതിന്റെ തന്നെ കുറെ വെറൈറ്റികള്, വെറൈറ്റി സാധനങ്ങളുണ്ട്. അതെ. ഈ പറഞ്ഞ നമ്മൾ ഈ അപ്പം, പുട്ട്, ഉം. ഈ സാധനങ്ങളുണ്ടല്ലോ, ഉം. ഉപ്പുമാവ്, ഇതിനോടൊപ്പം ഈ ബ്രെഡ് ഐറ്റംസിൽ കയറി വന്നിട്ടുള്ള നാൻ ഉൾപ്പെടെയുള്ള കുറെ വിഭവങ്ങളില്ലേ വന്നിട്ട്? അതെ. അതിൽ എന്തൊക്കെ സാധനങ്ങളാ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്? നമ്മള് ഇപ്പൊ നാട്ടില് നമുക്കിപ്പം അതേപോലെ വന്നിരിക്കുന്നത് ബട്ടർ നാൻ, തന്തൂരിനാണ്, ഉം. ബട്ടർ കുൽച്ച, ഉം. പിന്നെ അതേപോലെ തന്നെ റൊമാൽ റൊട്ടിയൊക്കെ ഇപ്പം ഭയങ്കര പോക്കാണ്. റുമാൽ റൊട്ടി. റൊമാൽ റൊട്ടി ആ. ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ് റൊമാൽ റൊട്ടിനോട്. റൊമാൽ റൊട്ടിയും ഷവായിയും, റൊമാൽ റൊട്ടിയും ബട്ടർ ചിക്കനും, ഇങ്ങനത്തെ ഷവായിക്ക് മാത്രമായിട്ടുള്ള ഹോട്ടലുകൾ ഇപ്പോൾ ഒത്തിരി വന്നിട്ടുണ്ട് അല്ലേ? 10ഉം 200ഉം ചിക്കൻ ഇങ്ങനെ ഒരുമിച്ച് കിടന്ന് നരകത്തിൽ കിടന്ന് കരിയുന്നുണ്ടാവും അല്ലേ? അല്ലേ? ഈ ഷവായി ചിക്കൻ എന്ന് പറയുന്നത് എന്താ, എങ്ങനെയാ അതിന്റെ പ്രിപ്പറേഷൻ ശരിക്കും? ഷവായി ചിക്കൻ മൊത്തം ചിക്കൻ മാരിനേറ്റ് വെച്ച് ഉം. പിന്നെ അതില് മറ്റേ നിങ്ങൾ കാണുന്ന ഗ്രില്ല് ചെയ്യുന്ന ഗ്രില്ല് ചെയ്ത് ഒരു സ്ലോ കുക്ക് ചെയ്ത് ഗ്രില്ല് ചെയ്യും. ആ. ആ സ്ലോ കുക്ക് ചെയ്യുമ്പോൾ മീറ്റ് വളരെ ടെൻഡർ ആവും. അതാണ് സംഭവം, പ്രോസസ് നടക്കുന്നത് അവിടെ. ആ. പിന്നെ അതിന്റെ ടേസ്റ്റ് മൊത്തം കിടക്കുന്നത് നമ്മൾ എന്തിനാണ് മാരിനേറ്റ് ചെയ്യുന്നത്, ഉം. അതിന്റെ എത്ര ഗ്രാംസ് വെച്ചാൽ എത്ര വലിയ കോഴിയാണ് എടുക്കുന്നത്, അതൊക്കെ കഴിക്കാം. അതിനകത്ത് എന്താ മസാലകൾ എന്തായിരിക്കും ശരിക്കും അതിനകത്ത്? മസാല ഇപ്പൊ നമ്മള് ഓരോരോ റെസ്റ്റോറന്റ് അവരവരതായിട്ടുള്ള ഒരു മസാല ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കൂടുതലും നമുക്കിപ്പം ഇപ്പം പെരി പെരി എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് എന്തായാലും സ്പൈസിനെസ് ഉള്ള ഉം. മുളകിന്റെ ഒരു ഇത് വരും. പലതരം മുളകുകളുണ്ട്. Yes. ബുള്ളറ്റ് മുളക്, മറ്റേ പച്ചമുളകിന്റെ നേർങ്ങ മുളക്, Yes. പിന്നെ പാപ്രിക്ക, ആ. ക്യാപ്സിക്കം തന്നെ ഒരു മുളകിന്റെ ഒരു വെറൈറ്റി തന്നെയാണ്, വേറെ ടൈപ്പാണ്. എല്ലാത്തിനും വരുന്നത് ഒരേ എലമെന്റ് ആണ്, ക്യാപ്സാസിൻ എന്ന് പറഞ്ഞിട്ട്. ക്യാപ്സാസിൻ എന്ന് പറഞ്ഞിട്ട് സംഭവമാണ് ഈ മുളകളിലെല്ലാം വരുന്നത്. മുളകളിലൊക്കെ ഒരു ഗന്ധമില്ലേ, എല്ലാത്തിലും ഒരേ ഗന്ധം ഉണ്ടാവും. അത് ക്യാപ്സാസിൻ എന്ന് പറഞ്ഞ സംഭവമാണ്. അതിന്റെ ഡിഫറൻസിലാണ് എരിവുകൾ കൂടുന്നതും കുറയുന്നതും. അപ്പൊ ഈ ഷവായിയൊക്കെ ഇങ്ങനെ തിന്നുന്നത് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ നിങ്ങളൊരു നിരീക്ഷണത്തിൽ? അതിപ്പം നമ്മള് അതിലേക്ക് ആ രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് ഇപ്പം ഭൂപേഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നല്ല സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നല്ലത് കൊടുക്കാം. അപ്പൊ അങ്ങനെ നല്ല സാധനങ്ങൾ ഉപയോഗിച്ച് നല്ലത് കൊടുത്തു കഴിഞ്ഞാല് ദോഷങ്ങളൊന്നും വരാനില്ല. ഇല്ല. ഈ അജിനാമോട്ടോയുടെ ഉപയോഗം ഇപ്പൊ എത്രമാത്രം ഉണ്ട് ഹോട്ടൽ ഫീൽഡിൽ? അജിനോമോട്ടോ ഇപ്പം ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമുക്ക് പഠനത്തൊക്കെ പഠിപ്പിച്ചതെന്ന് വെച്ചാല് ടൊമാറ്റോ, തക്കാളിയിലൊക്കെ ഈ MSGന്റെ ഈ അജിനോമോട്ടോ എന്ന് പറഞ്ഞാല് അതിന്റെ കെമിക്കൽ നെയിം വരുന്നത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. ഈ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞ ഒരു ഉപ്പാണ്. ആ ഉപ്പ് ശരിക്കും നമ്മളെ തക്കാളിയിൽ വരെ ഉണ്ട്. പക്ഷെ അതിന്റെ ചെറിയ അംശത്തിലാണ് ഉണ്ടാവല് വെജിറ്റബിൾസിലൊക്കെ. അത് നമ്മളെ നാവിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ഉമാമി എന്ന് പറഞ്ഞിട്ടൊരു സെൻസിങ് ഫീലിംഗിനാണ് കൊണ്ടുവരുന്നത്. ഈ ഉമാമി എന്ന് പറഞ്ഞാല് ഈ പുളിപ്പ്, മധുരം എല്ലാത്തിനും ചേർത്ത് ഇണങ്ങിയിട്ടുള്ള നാവിന് നടുക്കായിട്ട് വരുന്ന ഒരു ടേസ്റ്റിംഗ് ആണത് ഉമാമി. അത് നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് കിട്ടണമെന്നില്ല. അത് ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞിട്ട് അജിനോമോട്ടോ ചേർക്കുന്നത്. അത് കിട്ടുമ്പോൾ നമുക്ക് ഒരു
ഭയങ്കര ടേസ്റ്റ് കിട്ടിയ പോലെ അനുഭവപ്പെടുന്നത്. അത് സാധാരണ ഈ പറയുന്ന അജിനാമോട്ടോ എല്ലാ ഇതിനകത്തൊക്കെ ചെറുങ്ങനെ ഉണ്ട്. അത് ഉണ്ടെന്ന് പറയാൻ കഴിയില്ല, വെച്ചാല് അത് ആൾക്കാർ ചേർക്കുന്ന പോലെയാണ്. അല്ല ഞാൻ പറഞ്ഞ ഈ തക്കാളിയിലൊക്കെ തക്കാളിയിലൊക്കെ ഇങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളിലൊക്കെ ഇത്ത പച്ചക്കറികൾ അംശത്തില് ചെറിയ അംശത്തിലുണ്ട്. ഉണ്ട്. അപ്പൊ ഈ രുചിക്ക് ഇങ്ങനെ ഓരോ സ്പേസ് ഉണ്ടോ? നമ്മുടെ രുചിക്കാൻ നാവിന് അങ്ങനെ പ്രത്യേക കേന്ദ്രങ്ങളുണ്ട്. ഈ നാവിൻ തുമ്പിന്റെ രുചിയല്ല നടുക്കുണ്ടാകുക. നാവിൻ തുമ്പിന്റെ രുചിയല്ല നടുക്ക്, അറ്റത്തുള്ള രുചിയല്ല ഈ സൈഡിലുള്ളത്. നമുക്ക് നാവിൻ തുമ്പത്താണ് എന്ത് സ്വീറ്റ്നെസ് വരുന്നത്. നാവിന്റെ ബാക്ക് സൈഡിലെ 2 അറ്റത്താണ് പുളിപ്പ് വരുന്നത്. അങ്ങനെ ഓരോ ഭാഗങ്ങളിലായിട്ടാണ് ഓരോ ടേസ്റ്റ് വരുന്നത്. ഏത് ഭക്ഷണം നാക്കിലേക്ക് വെച്ചാലും ഓരോ ഭാഗങ്ങളാണ് ഓരോ രുചി തരുന്നത് അല്ലേ? അതെ, അത് നമുക്ക് കോർത്ത് ഇണങ്ങിയിട്ടാണ് നമ്മൾ തലച്ചോറിലേക്ക് വന്നിട്ട് നമുക്ക് അതിന്റെ രുചി അനുഭവപ്പെടുന്നത്. ഈ നാവ് ഈ സാധനം ചെറുതാണെങ്കിൽ പണി കുറെ ഉണ്ട് ഇതിന് അല്ലേ? അപ്പൊ നാവിൻ തുമ്പിലാണ് മധുരം ടേസ്റ്റ് ചെയ്യുക, നാവിന്റെ 2 സൈഡിലുമാണ് അറ്റത്ത് പുളിപ്പ്. അങ്ങനെ ചില സമയത്ത് പുളിപ്പൊക്കെ നമുക്ക് ബാക്കിലൊരു ഒരു ഇതടിക്കില്ലേ, അതുകൊണ്ടാണ് നമുക്ക് നാവിൻ അറ്റത്ത് 2 സൈഡിലാണ് പുളിപ്പ് വരുന്നത്. അത് സെൻസ് ചെയ്യുക അവിടെയാണ്. ഈ നാവിനിൽ അങ്ങനെ പല സ്ഥലത്തും സെൻസർ ഉണ്ട്. അതെ, അതേപോലെ തന്നെ നടുക്കാണ് ഉമാമി എന്ന് പറഞ്ഞൊരു സംഭവം. നമ്മൾ ചായ കുടിക്കുമ്പോൾ നമുക്ക് നാവിന്റെ നടുക്കായിട്ട് ഒരു ചെറിയ ഡ്രൈനെസ്സും ഒരു കയ്പും അടിക്കും. അത് ചായയില് ഉമാമി എന്ന് പറഞ്ഞൊരു ആ ഒരു സെയിം അജിനോമോട്ടോ കൊടുക്കുന്ന അതേ ഫീലിംഗ് ആണ് ചായ കൊടുക്കുന്നത്. പക്ഷെ അതിനകത്ത് MSG ഇല്ല, അജിനോമോട്ടോ ഇല്ല. പക്ഷെ ചായയില് അതേ ഫീലിംഗ് ആണ് കൊടുക്കുന്നത്. അതെന്തായിരിക്കും ചായയിൽ ആ ഫീലിംഗ് നൽകുന്ന സാധനം ഏതായിരിക്കും? അത് തേയിലത്തിൽ ഈ അജിനാമോട്ടോ പോലുള്ള വേറെ എന്തെങ്കിലും ഘടകം ഉണ്ടോ ശരിക്കും? തേയിലയില് ഉള്ള സംഭവം തേയിലയില് ആ ഒരു തേയിലയില് കൃത്യമായി എന്താ ഉള്ളത് എനിക്കറിയില്ല. പക്ഷെ തേയില ഇലയില് ആ ഒരു സെൻസിങ് കൊടുക്കുന്നത് ഉമാമിന്റെ ഒരു സെൻസിങ് ആണ്. ഉമാമി അങ്ങനെ ഒരു സെൻസിങ് ആണ് നമ്മളെ ഈ നാവിന്റെ നടുക്കായിട്ട് വരുന്നത് അല്ലേ? വേറെ ബേജാറായി പോയല്ലോ ഇതിലൊക്കെ. ഇപ്പം നിങ്ങൾ സജീവമായിട്ട് കാറ്ററിംഗ് രംഗത്ത് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി ശരിക്കും? 22 വർഷം. എന്തുകൊണ്ട് നിങ്ങൾ തലശ്ശേരിക്കാരില്ലേ ശരിക്കും? തലശ്ശേരിയിലെ ജനിച്ചത്, എന്തുകൊണ്ട് എറണാകുളത്തേക്ക് വീണ്ടും ചേക്കേറി? എറണാകുളം അവിടെ താമസം തുടങ്ങേണ്ടത് ഇത് വന്നു. അപ്പം അവിടെ പോയി കഴിഞ്ഞപ്പോ ഇവിടെ നിന്ന് ഞാൻ ബ്രദറിന് കുറച്ച് കാറ്ററിംഗ് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹോം മെയ്ഡ് സാധനം വേണമെന്ന് പറയുമ്പോൾ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു, പുഡിങ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതില് അവിടെ എറണാകുളം പോയപ്പോഴും നമ്മളൊരു ചെറിയൊരു ഷോപ്പ് തുടങ്ങിയപ്പം അവിടെ ഇതുപോലെ സ്നാക്സും ഇതൊക്കെ ചെയ്തു കൊടുത്തു. അപ്പൊ അവർ പബ്ലിസിറ്റിയിൽ കസ്റ്റമേഴ്സിനെ കിട്ടിക്കഴിഞ്ഞപ്പം നമുക്ക് അന്നേരം അവിടെ നല്ല സ്കോപ്പ് ഉണ്ടായിരുന്നു. അവിടെ മലബാർ ഫുഡ് ചെയ്യുന്ന ആൾക്കാർ കുറവായിരുന്നു. മലബാർ ഫുഡിൽ എന്തായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ ബിരിയാണി തന്നെയാണ് ഇപ്പോഴും കണ്ണംപൊട്ടി വേഗം ചെയ്യാൻ പറ്റുന്നത്. മട്ടനും ചിക്കനും ബീഫ് പിന്നെ ഫിഷ് എല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ കല്ലുമ്മക്കായ അവിടെ കിട്ടാൻ ഇപ്പോഴാണ് എപ്പോഴെങ്കിലും ഒന്ന് കിട്ടുന്നത് തന്നെ. എങ്ങനെയാണ് നിങ്ങൾ കസ്റ്റമറെ ആദ്യഘട്ടങ്ങളിലൊക്കെ? ഞാൻ അവിടെ ചെറിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോപ്പ് തുടങ്ങിയപ്പോൾ അവിടെ സാറ്റർഡേസിൽ മാത്രം നമ്മൾ ബിരിയാണി കൊടുക്കും. ഒരു ഷോപ്പിംഗ് മോളിലായിരുന്നു, ഒരു ചെറിയൊരു ഷോപ്പിംഗ് മോളില്. അപ്പം ആ ഇതിൽ നിന്ന് കിട്ടിയ കസ്റ്റമേഴ്സ് പിന്നെ അവർക്ക് ഒരു സ്റ്റാൾ ഇട്ടു, ഒരു എക്സിബിഷന്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കസ്റ്റമേഴ്സിനെ പിന്നെ അവര് കൊണ്ടുപോകുന്ന ഇതിൽ തന്നെ പബ്ലിസിറ്റി തന്നെയാണ് എനിക്കുള്ള കസ്റ്റമേഴ്സ്. എത്ര പേർക്ക് വരെയുള്ള ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്? 150-200 വരെ കൊടുത്തിട്ടുണ്ട്. അതെ, നിങ്ങളെപ്പോലെ വേറെ ആളുകളുണ്ടോ അവിടെ ഉണ്ട്, ചെയ്യുന്നതുണ്ട്. പിന്നെ സ്നാക്സ് ഒക്കെ വലിയ ക്വാണ്ടിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്നാക്സ് ഒരു 1000-500 വരെയൊക്കെ കൊടുത്തിട്ടുണ്ട്. 500-ലും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. പുഡിങ് 1000 ആൾക്കാർക്ക് വരെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. 1000 പേര്. അപ്പൊ ആരെ സഹായത്തിന് കൂടെ ഉണ്ടാകുക? പുഡിങ് ഒക്കെ ചെയ്യുമ്പോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. ഏത് പുഡിങ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക? കരിക്ക് പുഡിങ് തന്നെയാണ്. അത് കരിക്ക് പുഡിങ് യഥാർത്ഥത്തിൽ കരിക്ക് ഉപയോഗിക്കുന്നുണ്ടോ? പിന്നെന്താ, കരിക്കിന്റെ ഇളനീർ ഉപയോഗിക്കും, അതിന്റെ അതായത് കെമിക്കലല്ല. ഈ ഇളനീർ പുഡിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇളനീർ ഉപയോഗിച്ച് തന്നെയാണ്. അല്ലാതെ ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലാതെ ഉണ്ടാക്കുന്ന തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഉടായിപ്പില്ല. ഇവിടെ പറഞ്ഞതുപോലെ നല്ല സാധനം കൊടുത്താൽ ഇത്രയധികം ക്വാണ്ടിറ്റി ഇളനീർ അതൊക്കെ നമുക്ക് കലൂരൊക്കെ പോയി അത് പാത്രം കൊണ്ട് പോയിട്ട് നമ്മൾ പൊട്ടിക്കാൻ 1000 പേർക്കുള്ള പുഡിങ് ഉണ്ടാക്കണമെങ്കിൽ എത്ര ഇളനീർ വേണ്ടി വരും?
10-200 200 ഇളനീർ. ആ ഇളനീരിന്റെ ഉള്ളിലെ മുഴുവൻ സാധനവും നമ്മൾ എല്ലാം എടുക്കും. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പുഡിംഗ് ഏതാ ശരിക്കും? ഇളനീർ പുഡിങ്ങിൽ ഒന്നിലും നമ്മള് ഈ ചൈന ഗ്രാസ് എന്നുള്ളതല്ലാതെ, ഈ ചൈന ഗ്രാസ് എന്ന് വെച്ചാൽ എന്താ? ചൈന ഗ്രാസ് ഒരു പുല്ല് തന്നെയാണോ? ഇത് തന്നെയാണ് എടുക്കുന്നത്. അത് ആ ഒരു ഇതിന്റെ അതെന്തിനാ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്? സെറ്റ് ആവാൻ വേണ്ടിട്ട് അത് ചേർത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പുറത്ത് വെച്ചാൽ തന്നെ ചൂടാകുമ്പോൾ തന്നെ സെറ്റ് ആയി. അതുകൊണ്ട് അപകടത്തിലൂടെ നോക്കിയിട്ടുണ്ടോ ചിലപ്പോൾ? അപകടം അങ്ങനെ അതിന് ഇതുവരെയും എനിക്ക് അതിനെ കുറിച്ച് നമ്മൾ അധികം ആധികാരികമായിട്ടൊന്നും. ചൈന ഗ്രാസ് ആണോ അത്? ചൈന ഗ്രാസ് അതൊരു പുല്ലെന്ന് തന്നെയാണ് വരുന്നത്, വെജ് തന്നെയാണ്. അതാണ് ഇതിന് കൂടുതൽ ഈ നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള ഇളനീരിന്റെ ആ വെള്ളത്തിനും അതിന്റെ പൾപ്പുണ്ടല്ലോ ഉള്ളിലുള്ള സാധനത്തിന് പുറമെ ഉപയോഗിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഉപയോഗിക്കും? പാലും അത്രേ ഉള്ളൂ. പാലും അതിനുള്ള മധുരങ്ങളും. ഇതിന്റെ ലൈഫ് എത്ര വരെ ഉണ്ട് ഈ ഇളനീർ പുഡിംഗ്? ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 1 വീക്ക് വരെ ഒക്കെ നമുക്ക് 1 വീക്ക് വരെ ഉപയോഗിക്കും. നിൽക്കുമോ? അത്രയും നിൽക്കുമോ? നമ്മള് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞ പ്രിസർവിംഗ് മെത്തേഡാണ്. ഈ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം കഴിക്കരുതെന്ന് പലപ്പോഴും പല അഡ്വൈസ് ചെയ്ത് കേട്ടിട്ടുണ്ട്. എന്താ അതിനെ കുറിച്ച്? ഇപ്പം നമ്മള് വെക്കുന്നത് തെറ്റല്ല, പക്ഷെ വെക്കുന്നത് ശരിക്കും നല്ല വൃത്തിക്ക് വെച്ചുകഴിഞ്ഞാല് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പല ആളും പറയുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ച്, ഡോക്ടേഴ്സൊക്കെ പലപ്പോഴും അഡ്വൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കരുത്. ചിലരൊക്കെ പല നാട്ടിലും ദിവസങ്ങളോളം മാസങ്ങളോളം ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ച് കുറേശ്ശെ എടുത്ത് കഴിക്കലുണ്ട്. അത് തെറ്റാണെന്നൊക്കെ പറയുന്നത് നിങ്ങൾ പഠിച്ച നമ്മൾ ടെക്നോളജി? പഠിച്ചതനുസരിച്ച് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞത് ഒരു പ്രിസർവിംഗ് ടെക്നോളജിയാണ്. വെച്ചാൽ നമ്മളെ ഭക്ഷണത്തെ നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭക്ഷണം വേസ്റ്റ് ആവാൻ പാടില്ല, മാക്സിമം നമുക്ക് യൂട്ടിലൈസിങ് ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് എന്താക്കാം, ഈ ഫുഡ് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി വെൽ പ്രിസർവ്ഡ് ആയിട്ട്, വെൽ പ്രിസർവേഷൻ എന്ന് വെച്ചാൽ നല്ല സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നേഴ്സിൽ ഉണങ്ങിയ കണ്ടെയ്നേഴ്സിൽ ഫുഡ് സ്റ്റെറൈൽ ഫുഡ് വെച്ചാൽ നമ്മൾ പാകം ചെയ്ത ഫുഡ് നല്ല തിളപ്പിച്ചതിന് ശേഷം അതിനെ തണുപ്പിക്കണം. തണുപ്പിച്ചിട്ട് വെക്കണം. തിളപ്പിച്ചതിന് ശേഷം തണുപ്പിക്കണം. തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്ടീരിയാസ് ഒക്കെ ഡെഡ് ആവും. പിന്നെ നമുക്ക് തണുപ്പിക്കുമ്പോൾ ആ ബാക്ടീരിയാസിന് പിന്നീട് വളരാനുള്ള സാഹചര്യം ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഫുഡിനൊന്നും ആവില്ല. പക്ഷെ പലപ്പോഴും ഈ സ്റ്റെറിലൈസ് ചെയ്ത പാത്രത്തിലല്ല നമ്മൾ ഫുഡ് വെക്കുന്നത്. സ്റ്റെറൈൽ പാത്രം ആയിരിക്കില്ല, പാത്രത്തിനുള്ളിൽ തന്നെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. പിന്നെ വെക്കുന്ന ഫുഡിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. ഇപ്പം തിളപ്പിക്കാണ്ട് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ വെക്കുമ്പോഴാണ് ഈ തിളപ്പിച്ച ഉടൻ തന്നെ എടുത്തു വെക്കണം എന്നാണ്? അത് തിളപ്പിച്ച് ആറിയിട്ട് എടുത്തു വെക്കണം? തിളപ്പിച്ച് ആറിയിട്ട് എടുത്തു വെക്കണം. ഈ നമുക്ക് ആറുന്നതിനെ തന്നെ കുറച്ചും കൂടി പെട്ടെന്നാക്കാം. ബ്ലാസ്റ്റ് ചില്ലർന്ന് സംഭവം. അതെങ്ങനെ പരിപാടി? അത് അതിനകത്ത് ആ സംവിധാനത്തിൽ വെക്കണം. ഇപ്പൊ ഞാൻ ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ബാംഗ്ലൂർ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ വെച്ചാൽ അവര് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് അവര് രാവിലെ തൊട്ടേ ഫുഡ് പ്രിപ്പയർ ചെയ്യും. രാത്രിയാണ് പാക്കിംഗ് നടക്കല്. അടുത്ത ദിവസം രാവിലെയാണ് ഫുഡ് ഡെലിവറി നടക്കല്. ഡെലിവറി നടക്കുന്നത് ബാംഗ്ലൂർ മാത്രമല്ല, ചെന്നൈ, ഹൈദരാബാദ് എന്നുള്ള സ്ഥലത്തേക്കൊക്കെയാണ് ഡെലിവറി പോകുന്നത്. ഉണ്ടാക്കി ഫുഡ് റെഡിയായ ഫുഡുകൾ ഇത് മൊത്തം പോകുന്നത് റെഡി ടു ഈറ്റ്. ഇതിപ്പം കുറച്ച് മുമ്പ് ഒരു ഗ്രേവിയുടെ ഒരു ടീം ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൽ ബട്ടർ ചിക്കൻ വരുന്നുണ്ട്, പെപ്പർ ചിക്കൻ, അതിൽ എന്താ നമുക്ക് വേണ്ടുന്നത് ഇടാം. ഗ്രേവി അടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഗ്രേവി പൊട്ടിച്ചു വയ്ക്കുക. അത് ഫ്രീസ് ചെയ്യുകയൊന്നും ചെയ്യേണ്ടിയില്ല, പുറത്ത് തന്നെ വെക്കാം. അത് 1 ഇയർ വരെ പുറത്ത് വെക്കാം, ചീത്തയാവില്ല. അത് പൊട്ടിച്ചാൽ മാത്രമേ ചീത്തയാവുള്ളൂ. അത് പൊട്ടിച്ചു വയ്ക്കുക. അതിൽ ചിക്കനോ ബീഫോ എഗ്ഗോ എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് ഒന്ന് അത് വേകുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കറി റെഡി. അതിൽ എല്ലാ കറിവേപ്പില മുതൽ ഇഞ്ചി വെളുത്തുള്ളി എല്ലാ സാധനങ്ങളും അതിൽ വരുന്നുണ്ട്. പൊട്ടിച്ചാൽ മാത്രം 2 ദിവസം ഫ്രിഡ്ജിൽ വെക്കാം, പിന്നെ ചീത്തയായി പോകും. ഈ പറഞ്ഞ ഈ സാധനങ്ങൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. ഇതൊക്കെ ഓരോരോ ടെക്നോളജിയാണ്. ഇപ്പം മുഷാദ് പറഞ്ഞ പോലെ ആ ടെക്നോളജി എന്ന് പറഞ്ഞാൽ റിട്ടോർട്ട് ടെക്നോളജിയാണ്. ജാപ്പനീസ് റിട്ടോർട്ട് ടെക്നോളജിയാണത്. ആ റിട്ടോർട്ട് ടെക്നോളജി ഉപയോഗിച്ച് ശരിക്കും അതിന്റെ സാങ്കേതിക വശം നോക്കി ചെയ്യുകയാണെങ്കിൽ സൂക്ഷിക്കാൻ വെക്കും. പക്ഷെ നമ്മൾ അത് അങ്ങനെ നോക്കാണ്ട് ചെയ്യുമ്പോഴാണ് അത് അപകടമായി മാറുന്നത്. അതിന്റെ സയന്റിഫിക്കലി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണ്. ഇപ്പൊ FSSAI പറയുന്ന കുറെ നിയമഘടകങ്ങളുണ്ട്, രീതികളുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും എന്നാണ് നമ്മളെ പഠന പ്രകാരം പറയുന്നത്. അത് അവർ കൃത്യമായിട്ട് ചെയ്യണം അല്ലേ? അതെ അതെ. അത് എത്രമാത്രം ഭൂപേഷ്, അതൊക്കെ നമുക്ക് പലപ്പോഴും ഈ ഹോട്ടലുകളിലൊക്കെ പരിശോധന നടത്തുമ്പോൾ ഇത് പിടിച്ചെടുക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് ഇങ്ങനെ ഈ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിൽ തെറ്റില്ലല്ലോ. എന്തുകൊണ്ടാണ് അത് മോശം ഭക്ഷണമായി മാറുന്നത് റെയ്ഡിൽ? അല്ലേ, റെയ്ഡിൽ എപ്പോൾ നമ്മൾ കാണാറുണ്ട് ഇറച്ചി പിടിച്ചെടുത്തു, ഗ്രേവി പിടിച്ചെടുത്തു. അപ്പോൾ ആളുകൾ ആകെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാറുണ്ട്.
ഫുഡ് സ്റ്റാൻഡേർഡ് ആൻഡ് സേഫ്റ്റി ആക്ട് 2011 ഇംപ്ലിമെന്റ് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹോട്ടൽ ഇൻഡസ്ട്രീസ് ശരിക്കും നല്ല ഏറ്റവും ഗുണകരമായിട്ടുള്ള സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ നമുക്ക് നമ്മളെ ജോലിക്കാർക്ക് ട്രെയിനിങ് കൊടുക്കും. ഫോസ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് കോഴ്സ് ഉണ്ട്. ഈ കോഴ്സിൽ നമ്മളെ എങ്ങനെ ഭക്ഷണം വെക്കണം, റെഫ്രിജറേഷൻ എന്തായിരിക്കണം, പിന്നെ ടെമ്പറേച്ചർ നോക്കാനുള്ള പിന്നെ തെർമോമീറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തന്നു. ഞങ്ങളുടെ തൊഴിലാളികൾ ക്ലാസ് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ശരിക്കും വന്നതുകൊണ്ട് ഇന്ന് കേരളത്തിൽ കാണുന്ന ഹോട്ടലുകളുടെ മുഖം മാറി, കിച്ചണും മാറിക്കൊണ്ടിരിക്കുക. ഓപ്പൺ കിച്ചൺ. പണ്ട് ഒരാളും കിച്ചൺ കാണൂലായിരുന്നു. പണ്ടത്തെ കിച്ചൺ അല്ല, ഇന്ന് കൺസെപ്റ്റേ മാറി, ഫുഡിന്റെ കൺസെപ്റ്റ് മാറി. ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇനിയത്തെ ഒരു കാലം, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയത്തെ ഒരു കാലം ഫുഡ് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രീസ് ഏറ്റവും ഉണർവുണ്ടാവേണ്ട കാലമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോഴുള്ള ചിലവ്, അതിനെടുക്കുന്ന മാൻ പവർ, പാത്രങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചിലവ് എല്ലാം കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നതാണ് എളുപ്പം എന്ന് പറയും. എന്താ ഉഷയുടെ കാര്യത്തിൽ അഭിപ്രായം? ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നത് രീതി വേറെയാണ്. എന്റെ ഒരു കാഴ്ചപ്പാടിലാണ്. ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്ന രീതി ഒന്ന് വേറെയാണ്. നമ്മുടെ വീട്ടിലുള്ള ഹോം മെയ്ഡ് എന്ന് പറയുമ്പോൾ, ഈ ഹോം മെയ്ഡ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പം സ്ത്രീകൾ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പെൺകുട്ടികൾ, അവരൊക്കെ പുതിയ പോളിസിയാണ്. അടുക്കളയിൽ പണിയെടുക്കലല്ല ഞങ്ങളുടെ പണി എന്നുള്ളതിലൊക്കെ ഒരു തീരുമാനമെടുക്കുക. ശരിയല്ലേ? അതിൽ അങ്ങനെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. പണ്ടത്തെ കൾച്ചർ എന്താ? കല്യാണം കഴിക്കുന്നു, ഭാര്യ വീട്ടിലുള്ള മുഴുവൻ ആൾക്കും ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങി. പെൺകുട്ടിയാണോ അവൾ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണം. അവളുടെ പ്രധാന പണി അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കും. ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾ ഇതൊക്കെ ചോദിച്ചിട്ട് തീരുമാനിച്ചിട്ട് കല്യാണത്തിന് സമ്മതിക്കും. അപ്പൊ ഈ വീട്ടിൽ ഈ രുചിക്കൂട്ടുകൾ ഉണ്ടാകുമോ? നമ്മൾ ഈ ഓർഡർ ഇൻഡസ്ട്രിയിലേക്ക് കാര്യങ്ങൾ മാറില്ല. ഇപ്പൊ എല്ലാരും ആ ഒരു ഒന്ന് കുത്തിയാ കിട്ടുന്ന വിധത്തിലാണ് മാറിയിട്ടില്ലേ? അപ്പൊ പുതിയ സ്നാക്സ് ആണെങ്കിൽ പോലും ഞാൻ ഫ്രോസൺ കൊടുക്കുന്നുണ്ട്. ആ ഫ്രോസൺ വാങ്ങി വെക്കും. അവർക്ക് ആവശ്യമുള്ളപ്പോ അതെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഈ സ്നാക്സ് വരെ ഫ്രോസൺ കൊടുക്കുന്നുണ്ട്. എല്ലാ 4-5 ഐറ്റം 6 ഐറ്റം ഞാൻ കൊടുക്കുന്നുണ്ട്. കട്ട്ലറ്റ്, സമൂസ. എത്ര ദിവസം വരെ വെക്കാൻ പറ്റുന്നത്? ഞാൻ 3 മാസം അതിൽ കൂടുതൽ നിൽക്കും. പക്ഷെ എന്നാലും ഞാൻ എനിക്കത് 3 മാസം വെച്ചിട്ട് എനിക്കത് ചീത്തയാവാറില്ല എന്നുള്ളത് അറിയുന്നത്. നിങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ്. അതങ്ങനെ എന്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ചൈനയിൽ വരെ കൊണ്ടുപോയത്. എനിക്ക് വയ്യ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ അവര് പറഞ്ഞത്, നിങ്ങൾ എന്ത് റിസ്ക് ആണ് കാണിച്ചത്, എന്തിനാ ഇത് ഫ്രോസൺ ഇങ്ങനെ കൊണ്ടുവന്നത്? പക്ഷെ അവിടെ എത്തി ഫ്രൈ ചെയ്ത് നോക്കുമ്പോ ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ ഹോട്ടലിൽ ഇങ്ങനെ ഒരു മാസം വെക്കലുണ്ട് സാധനം? അതുകൊണ്ട് തന്നെ ഞാൻ 3 മാസം ഞാൻ ഗ്യാരണ്ടി കൊടുക്കാറുണ്ട്. ഉഷ്ലയുടെ ഈ പറയുന്ന ചെറുകടികൾ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ചൈനയിൽ വരെ എത്തി. അവരവിടെ കൊണ്ടുപോയി അത് ഫ്രൈ ചെയ്ത് കഴിച്ചു. ഒരു കുഴപ്പമില്ല. അതും ആ സമയത്ത് അവര് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഒരു പോക്ക് പോയി. അവിടുന്ന് ഫ്ലൈറ്റ് എന്തോ തിരിച്ചു വന്നു. അപ്പൊ അത്രയും സമയം ഇത് പുറത്തു വന്നു. തണുപ്പുണ്ടെങ്കിൽ ഫ്രീസർ ബാഗിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. വീണ്ടും കൊണ്ടുവന്ന് ഫ്രീസറിൽ കയറ്റി പിന്നെയും പിറ്റേ ദിവസമാണ് പോകുന്നത്. എന്നിട്ടാണ് ചൈനയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹവും കണ്ടെയ്നർ പുറത്ത് വിടണം എന്നുള്ളതാണ്. ഒരു എക്സ്പോർട്ട് ഫ്രോസൺ എക്സ്പോർട്ട് ചെയ്യാൻ മനസ്സിലുള്ളത് അതിൽ എന്തായാലും ഒരു 2-3 ഐറ്റം. സമൂസയിൽ ബട്ടർ ചിക്കൻ സമൂസ, പിന്നെ ഇതുപോലെ നമ്മുടെ ഉന്നക്കായ, അതൊക്കെ അവിടെ പുറത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അങ്ങനെയുള്ള കണ്ടുപിടിച്ചോ? എന്റേത് ഇപ്പൊ പോകുന്നത് ബുഷ്റാസ് മൾബാർ കുസിനിക് എന്നുള്ളത് തന്നെയാണ്. ആ പേരിൽ തന്നെ സാധനം മുന്നോട്ട് പോകുക അല്ലെ? ഏറ്റവും വലിയൊരു ഡ്രീം അതാണ്, ഒരു കണ്ടെയ്നർ കയറണം. പ്രേക്ഷകരെ, നിങ്ങൾ ആരെങ്കിലും ചൈനയിൽ ഇരുന്നുകൊണ്ട് ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബുഷ്റയായിട്ട് ഉടൻ ബന്ധപ്പെടുക. അതിൽ ഇതിന്റെയൊക്കെ ഒരു സാധ്യത 3 മാസമൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ നിൽക്കാനുള്ള ഒരു സാധ്യത എത്രമാത്രം ഉണ്ട്? നിൽക്കും. വെച്ചാല് ഇപ്പം നിലവിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ പ്രൊഡക്ട്സ്. ഇപ്പം സ്നാക്സ് ആണെങ്കിൽ സമൂസാസ് ഒക്കെ റെഡി ആയിട്ട് സമൂസാസ് ഫ്രോസൺ ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പം അവരൊക്കെ ചെയ്യുന്നത് സെയിം ടെക്നോളജി തന്നെയാണ്. പ്രിപ്പയർ ചെയ്യും, നമ്മൾ നല്ല ശുചിത്വമായ രീതിയിൽ പ്രിപ്പയർ ചെയ്യും. പിന്നെ അതിനെ നേരെ ബ്ലാസ്റ്റ് ചില്ല് ചെയ്യും. ആ ബ്ലാസ്റ്റ് ചില്ല് ചെയ്ത് തന്നെ നല്ല ഫ്രോസൺ ചെയ്യും. ഇപ്പം പൊറോട്ട, ഞാൻ ആദ്യം വർക്ക് ചെയ്ത കമ്പനി പൊറോട്ട മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പം അവർ പൊറോട്ട മാനുഫാക്ചർ ചെയ്തിട്ട് UK US കയറ്റി വിടുന്നുണ്ട്. അത് 1 വർഷം 6 മാസമൊക്കെയാണ് അതിന്റെ ഷെൽഫ് ലൈഫ്. ഈ പൊറോട്ടയുടെ ഉത്ഭവം ശരിക്കും എവിടെയാന്ന് ആലോചിച്ചിട്ടുണ്ടോ?
എന്താ വല്ല പിടിയുണ്ടോ ഉപേഷ്? മലയാളികളുടെ ഒരു ഹരം പിടിച്ച ഭക്ഷണമായിരുന്നു അത്. അതെ അതെ. ഇപ്പൊ ലോകത്ത് മുഴുവൻ ആ സാധനം കിട്ടുന്നുണ്ട്. അതെ. പല പേരിലുണ്ട്. സിലോൺ പൊറോട്ട, ആ. പൊറോട്ട, നാടൻ പൊറോട്ട അല്ലേ, കേരള പൊറോട്ട. വീറ്റ് പൊറോട്ട, കേരള പൊറോട്ട. ഫ്രോസൺ പോകുന്നത് എന്റെ മോനുള്ളത് ന്യൂസിലാൻഡിലാണ്. അവർക്ക് അവിടെ പഴംപൊരി ആണെങ്കിലും പരിപ്പ് വടയാണെങ്കിലും എല്ലാം ഫ്രൈ ചെയ്തതാണ് ഫ്രോസൺ കിട്ടുന്നത്. അവിടെ കിട്ടുന്നു, ആ. പഴംപൊരിയിൽ അവിടെ കിട്ടുന്നു, ന്യൂസിലാൻഡിൽ കിട്ടുന്നു. അതെല്ലാം ഫ്രൈ ചെയ്തതാണ് ഫ്രോസൺ ചെയ്തിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ നമ്മള് കൊടുക്കുന്നത് ഫ്രൈ ചെയ്തതല്ല, അവർക്കപ്പം നല്ല ഫ്രഷ് ആയിട്ട് ഫ്രൈ ചെയ്ത് സംഭവങ്ങൾ കിട്ടും അല്ലേ? ഓക്കെ, പക്ഷേ നമ്മുടെ സമയം തീർന്നു. ഈ ഭക്ഷണവും രുചിയൊക്കെ ആയതുകൊണ്ട് എത്ര സമയം എടുത്താലും നമുക്ക് തീരില്ല, അത്ര രസമാണ്. എന്തായാലും ഇപ്പം നമ്മുടെ പുതിയ കൾച്ചർ എന്താ, പ്രത്യേകിച്ച് കോവിഡ് വന്നതിന് ശേഷം അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ള ഒരു ലെവലിലേക്ക് മനുഷ്യർ മാറിക്കഴിഞ്ഞു. എന്തുണ്ടായിട്ടും കാര്യമൊന്നുമില്ല, ഒരു ദിവസം നമ്മൾ ഇവിടുന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് രുചിച്ചും സന്തോഷിച്ചും ജീവിക്കുക എന്നൊരു രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഭക്ഷണത്തിന് ഈ ലെവലിലേക്കുള്ള ഒരു കാലം, ഈ ലെവലിലേക്ക് ഒരു പരിണാമം ഉണ്ടായതെന്ന് പറയണം. കാരണം അത്രയേറെ ആഘോഷമായി മാറിയിരിക്കുന്നു. മന്തിയെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. മന്തി അല്ലേ, കുഴിമന്തി ഒക്കെ എനിക്ക് കിടക്കും. പറഞ്ഞു തുടങ്ങിയാൽ നമുക്കൊന്നും എത്ര എപ്പിസോഡ് സംസാരിച്ചാലും തീരാത്തത്ര വിഭവങ്ങളുടെ നീണ്ട നിരയാണ്. അപ്പോൾ ഇതൊരു ആഘോഷമാണ്, ഇതൊരു വ്യാപാരമാണ്. വീട്ടിലിരുന്നും ഏതൊരാൾക്കും പഠിച്ച് വളരാവുന്ന, ചെയ്യാവുന്ന, ഏറ്റവും സേഫായിട്ടുള്ള വരുമാനം ഉണ്ടാക്കാവുന്ന, ഭക്ഷണവും വസ്ത്രവുമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം തന്നെയാണ്. അത് ഏറ്റവും നന്നായി നൽകാൻ പുതിയ കാലം നൽകുന്ന കുറേ അറിവുകൾ നമ്മൾ പങ്കുവെക്കുകയാണ്. അതിനോടൊപ്പം നമുക്ക് ഒരു എൻജിനീയറിംഗ് കഴിഞ്ഞ ഒരാൾ ഈ രംഗത്ത് പുതിയ അറിവുകൾ, രുചിയുടെ പുതിയ രുചിക്കൂട്ടുകൾ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. പ്രേക്ഷകർക്ക് മുന്നിൽ ഈ എപ്പിസോഡ് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നമുക്കും ആഘോഷിക്കാം ഈ രുചിയുടെ ലോകം. പ്രേക്ഷകർക്കും ഒപ്പം പങ്കെടുത്ത 3 പേർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.